ബഹുമാനപ്പെട്ട 16015 നിങ്ങൾ മുസ്ലിങ്ങളെ കുറിച്ച് വിചാരിച്ചു വെച്ചേക്കുന്നത് അബദ്ധധാരണയാണ്. മനസ്സിലായില്ലേ? ഇസ്ലാമിന്റെ നിങ്ങൾ ഉയർത്തിപ്പിടിച്ചു വെച്ചേക്കുന്ന എന്ന് പറയുന്ന ഈ കാര്യം ലോകത്തില് വേൾഡില് എല്ലാവരും അംഗീകരിച്ച് അത് ഉയർന്നു തന്നെ നിൽക്കുന്ന, ലോക അവസാനം വരെ ഉയർന്നു നിൽക്കുന്ന കാര്യം തന്നെയാണ്. നിങ്ങൾ ഖുർആൻ ആദ്യം വായിക്കുക, അല്ലെങ്കിൽ നബി ചരിതം വായിക്കുക. നിങ്ങൾ വായിച്ചതിന് ശേഷം നിങ്ങൾ തന്നെ പറഞ്ഞു നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവില്ലാന്ന്. അപ്പൊ നിങ്ങൾ ഈ അല്പജ്ഞാനം അല്പന ആപത്താണ് എന്ന് പറഞ്ഞതല്ല, നിങ്ങൾ അല്പജ്ഞാനം വെച്ചുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. നിങ്ങൾ അങ്ങനെ പറയാൻ പാടുണ്ടെങ്കിൽ നിങ്ങൾ ഖുർആൻ വായിക്കണം. ഞാനൊരു ഹിന്ദു ആണെങ്കിൽ ഞാൻ ഖുർആൻ വായിച്ച ആളാണ്, നബിചരിതം പഠിച്ച ആളാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഒരിക്കലെങ്കിലും അത് വായിച്ചു കഴിഞ്ഞാൽ, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവചരിത്രം വായിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയും നിങ്ങൾക്ക് അറിവ് കിട്ടുകയുള്ളൂ. അപ്പം ഖുറാനില് ഒരു മനുഷ്യൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ, അല്ലെങ്കിൽ അവൻ ജനിച്ചത് മുതൽ അവന്റെ മരണം വരെ അവൻ എങ്ങനെ ജീവിക്കണം, എന്ത് ചെയ്യണം എന്നുള്ളതാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അത് വായിച്ച ഒരു മുസ്ലിം അല്ലെങ്കിൽ ഒരു ഇസ്ലാം മതക്കാരൻ അത് ഒരിക്കലും നിങ്ങൾ പറയുന്ന ആ രീതിയിൽ തെറ്റായി വരില്ല എന്നാണ് ഈ വേൾഡിന്റെ തന്നെ വിശ്വാസം. ലോകത്തിൽ എല്ലാവരും എത്ര 1000 മഹാന്മാരെടുത്താലും 100 മഹാന്മാരെടുത്താലും 50 മഹാന്മാരെടുത്താലും 10 മഹാന്മാരെടുത്താലും അത് ഒന്നാമത് വരുന്നത് പ്രവാചകൻ തന്നെയാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്തെന്ന് വെച്ചാല്, നിങ്ങൾ ആദ്യം ഖുർആൻ ഒന്ന് വായിക്കുക. നിങ്ങൾ പഠിക്കാനല്ല പറയണം, ഒന്ന് വായിക്കുക, ജസ്റ്റ് ഒന്ന് വായിച്ചിരിക്കുക. കാരണം നിങ്ങൾ എല്ലാ ഗ്രൂപ്പിലും പോയി വിമർശിക്കുന്ന ആളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്ന് വായിക്കുന്നതിൽ തെറ്റില്ല. അതുപോലെ തന്നെ നിങ്ങൾ നബിചരിതം ഒന്ന് പഠിക്കുക. എന്തുകൊണ്ടാണ് മഹാത്മാഗാന്ധി നമ്മുടെ ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഖലീഫ ഉമറിന്റെ ഭരണം ഇന്ത്യയിൽ വേണം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. RSSകാരാ കേട്ടല്ലോ.